നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും അനുഗ്രഹിക്കുകയും പൂർവ്വശാപങ്ങളിൽ നിന്ന് വിടുവിച്ച് 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന അനുഗ്രഹപാത്രമാക്കുന്ന കാരുണ്യവാനായ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. 1-ാം തീയതി ആരംഭിക്കുന്ന 25 നോമ്പ് കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മളെ ഒരുക്കട്ടെ, തയ്യാറാക്കട്ടെ. രജനി പെരുന്നാളിന് ശേഷം പരിശുദ്ധ മാതാവ് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്ത കാര്യം, അവിടുത്തെ 3 മാസത്തെ കൂട്ടായ്മയുടെ കാര്യം നമ്മൾ ധ്യാനവിഷയമാക്കിയിരിക്കുന്നു. ആ 2 അമ്മമാരുടെ കൂട്ടായ്മ ആദാമിൻ്റെ കാലം മുതലുള്ളതായ മനുഷ്യൻ്റെ ശാപങ്ങൾ തീർക്കുവാൻ ഉള്ള ഒരുക്കമായിരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തേണ്ടത് ഉദ്ഘാടനം ചെയ്ത് രക്ഷയുടെ പാത ഒരുക്കി രക്ഷയുടെ വഴിയായി തീർന്നെങ്കിലും അവിശ്വാസം കൊണ്ടും പിന്മാറ്റം കൊണ്ടും അജ്ഞത കൊണ്ടും ബലഹീനത കൊണ്ടും ശാപത്തിൽ നിന്ന് വിമുക്തമാകാതെ കിടക്കുന്ന അനേക കുടുംബങ്ങൾ ഇനിയുണ്ട്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് കൊണ്ടാണ്. എല്ലാവരുടെയും ശാപം വരുന്ന വഴി അടച്ചിട്ട് അനുഗ്രഹം വരുന്ന വഴി തുറക്കുവാനുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം എന്ന പേരിൽ എഴുതപ്പെട്ടതായ ഒരു പുസ്തകത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒരു പരിശുദ്ധനായ മനുഷ്യന് ഉണ്ടായ വെളിപ്പാട് അനേക പ്രയോജനം നൽകത്തക്ക തരത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം അത് വേറൊരു ഭാഷയിൽ എഴുതിയതാണ്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ജിൻഡോ മാത്യു എന്ന് പറയുന്ന ആളാണ്. സോഫിയ ബുക്സ് എന്നറിയപ്പെടുന്ന ആ പുസ്തക പ്രകാശന പ്രസ്ഥാനം നമുക്ക് ഈ പുസ്തകത്തെ സമ്മാനിച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഒരു ഉദ്ധരണി നിങ്ങളെ അറിയിക്കുകയാണ്. പൂർവ്വശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനുള്ളതായ പ്രാർത്ഥന. പൂർവ്വശാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം ലഭിച്ച കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ്. നമ്മളുടെ പെന്തിക്കോസ്തിയുടെ അനുഭവം 100 ആകാത്തതും വിശ്വാസം ഉറച്ചിട്ട് അത് മല പോലെയുള്ള പ്രശ്നങ്ങളെ സൗന്ദര്യത്തിലേക്ക് മാറ്റാൻ സാധിക്കാതെ കിടക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാത്തതുകൊണ്ടാണ്. ബർന്നബാസ് എന്ന പേരുള്ള ഒരു പരിശുദ്ധനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു വെളിപ്പാട് ഇങ്ങനെയാണ്: എൻ്റെ കുഞ്ഞുങ്ങളെ, ഇത് പ്രാർത്ഥിക്കുകയും ലോകത്തെ മുഴുവൻ ഇത് അറിയിക്കുകയും ചെയ്യുക. ശാപങ്ങൾ കഴിയുന്നവർ നിരന്തരമായി പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ അവർക്ക് അവയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ സാധിക്കും. പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളുടെ ഫലമായി ഏതെങ്കിലും കുടുംബം വേദനിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ 144 ദിവസം നീളുന്ന നൊവേന ചൊല്ലിയാൽ അവർ മോചിക്കപ്പെടും എന്നാണ് കിട്ടിയതായ വെളിപ്പാട്. അങ്ങനെ 144 ദിവസം പ്രത്യേകം നൊവേന ചൊല്ലി അല്ലെങ്കിൽ പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ശാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് വിശുദ്ധിയിലേക്ക് വന്ന പല കുടുംബങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മൾ 50 ദിവസം നിരന്തരമായി കുർബാന ചൊല്ലി കഴിഞ്ഞ ദിവസം പെന്തിക്കോസ്തിയുടെ അനുഭവം പുതുക്കാൻ വേണ്ടി നടത്തിയ ശുശ്രൂഷയിൽ പലരുടെയും ആത്മീയ നിലവാരം വളർന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എങ്കിലും പൂർവ്വശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാത്തവരെയും ഉണ്ടെന്നുള്ളത് കൊണ്ട് അടുത്ത 144 ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ധ്യാനം മുതലായവ പൂർവ്വശാപത്തിൽ നിന്ന് മോചിക്കപ്പെടാത്ത കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഉടമ്പടി ലംഘിക്കുകയും അതിൻ്റെ ഫലമായി മരണശിക്ഷ ഉണ്ടാകുകയും ചെയ്തവർ നിരന്തരമായി ഈ പ്രാർത്ഥന ചൊല്ലുകയും പശ്ചാത്തലിക്കുകയും ചെയ്താൽ രക്ഷപ്പെടുകയും ശാപത്തിൽ നിവൃത്തമാകുകയും ചെയ്യുമെന്നുള്ള ആ നിർദ്ദേശപ്രകാരം നോക്കി പ്രാർത്ഥനയല്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിത്യപിതാവേ, അങ്ങ് മാത്രമാണ് മരണമില്ലാത്ത ദൈവം, സ്നേഹമായ ദൈവം, കരുണയും അനുകമ്പയും ഉള്ളവൻ. അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിനെ നോക്കുകയും
ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളും അവർ അങ്ങയുമായി ചെയ്ത ഉടമ്പടി ലംഘിച്ചതിലെ അനുസരണക്കേട് മൂലം ശാപത്തിന്റെ ഭാരം പേറുന്ന അങ്ങയുടെ സകല ജനത്തിനും അവിടുത്തെ കൽത്തൂണിൽ കെട്ടിയിട്ട് അടിച്ചപ്പോഴുണ്ടായ വേദനകളും മുറിവുകളും തിരുരക്തവും അങ്ങേക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അവിടുത്തെ പുത്രന്റെ അടിപ്പിണരുകളാൽ ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും മുറിവുകളാൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും വിലയേറിയ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ശാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ തിരുമുറിവുകളെ, ഞങ്ങളുടെ മുറിവുകൾ ഉണക്കണമേ. അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങളെ മുദ്ര വയ്ക്കണമേ. ആമേൻ. പൂരന്മാരുടെ അകത്ത് ഞങ്ങളുടെ മേൽ കണക്കിടല്ലേ. 79-ാം സങ്കീർത്തനമാണത്. ഇത് ചൊല്ലിക്കൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു. മോചനമതിനായി പാപികളെ വരുവീൻ യാചിപ്പീൻ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 1. ലൂക്കോസ് 1-ാം അധ്യായത്തിന് 39 മുതൽ 56 വരെ പുസ്തകമുള്ളവർക്ക് നോക്കാം. മറിയാം ആ നാളുകളിൽ മലനാട്ടിലെ ഒരു യഹൂദ്യ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് സക്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബേത്തിനെ അഭിവാദനം ചെയ്തു. മറിയാമിൻ്റെ അഭിവാദനം എലിസബേത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ പ്രജ കുതിച്ചു തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉച്ചത്തിൽ മറിയാമിനോട് വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി? നിന്റെ അഭിവാദനം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ പ്രജ എൻ്റെ ഗർഭത്തിൽ വലിയ സന്തോഷത്തോടെ കുതിച്ചു തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയാം പറഞ്ഞു, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നെ കീർത്തിക്കും. എന്തെന്നാൽ ശക്തിമാൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധമാകുന്നു. അവൻ്റെ കരുണ അവൻ്റെ ഭക്തന്മാരിൽ തലമുറകളിൽ വംശങ്ങളിലും ഉണ്ടാകും. തൻ്റെ ഭുജം കൊണ്ട് അവൻ ജയമുണ്ടാക്കി അഹങ്കാര മനസ്സുള്ളവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ വിശിഷ്ടമായ കൊണ്ട് സംതൃപ്തരാക്കുകയും സമ്പന്നരെ വെറും കൈയോടെ അയക്കുകയും ചെയ്തു. നമ്മുടെ പിതാവായ അബ്രഹാമിനോടും അവൻ്റെ സന്തതിയോടും എന്നേക്കും അരുളി ചെയ്തതുപോലെ തൻ്റെ കണ്ണയാൽ തൻ്റെ ദാസനായ ഇസ്രായേലിനെ അവൻ സഹായിച്ചു. മറിയാം 3 മാസത്തോളം എലിസബേത്തിൻ്റെ കൂടെ താമസിച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, കർത്താവിൻ്റെ ജനന പെരുന്നാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്ന ഡിസംബർ 1 മുതൽ 25 വരെയുള്ളതായ നമ്മുടെ നോമ്പും കർത്താവിൻ്റെ ഇവിടെ നടത്താൻ പോകുന്ന ജനന പെരുന്നാളും അനുഗ്രഹകരമാകാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതിനിപ്പെരുന്നാൾ കഴിഞ്ഞ് രഹസ്യമായി 2 ശിശുക്കൾ 2 അമ്മമാരുടെ ഉദരങ്ങളിൽ കൂട്ടായ്മയുടെ ബലത്തിൽ വളരുന്ന ആ രംഗമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. ഇതെല്ലാ വർഷവും നമ്മൾ ആവർത്തിക്കുന്ന ഒരു ധ്യാന വിഷയമാണ്. അത് ഈ
എലിസബത്തും മറിയാമും ചെയ്ത പണി തുടർച്ചയായി നമ്മളും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതായി നമ്മൾ ഓർപ്പിക്കുവാനാണ്. വചനം മാംസം ധരിക്കുവാൻ മാതാവിൻ്റെ ശരീരം വിട്ടുകൊടുത്തു. അത് രഹസ്യമായ കാര്യം നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ട വചനങ്ങൾ മാംസം ധരിക്കുവാൻ നമ്മൾ കർത്താവിന് വളരുവാനുള്ള വേദിയായിട്ടുണ്ടോ? കർത്താവിന് വഴിയൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ്റെ വളർച്ചയ്ക്ക് എലിസബത്തിൻ്റെ ജീവിതവും കുടുംബജീവിതവും അവരുടെ കൂട്ടായ്മയും ഉതകിയതുപോലെ കർത്താവിന് രണ്ടാമത്തെ വരവിന് വഴിയൊരുക്കുന്ന മക്കളെ വളർത്തുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെയും എലിസബത്തിൻ്റെയും പണി എല്ലാ തലമുറകളിലും എല്ലാ കുടുംബങ്ങളിലും ആവർത്തിക്കേണ്ടതാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് ഒരാൾ മതിയായിരുന്നു വഴിയൊരുക്കാൻ. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് കല്യാണത്തിന് പോകേണ്ട എല്ലാവരും ഒന്നിച്ചു ചെയ്യേണ്ട ഒരു പണിയാണ്. അങ്ങനെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും കർത്താവിന് വഴിയൊരുക്കുവാൻ പറ്റിയ മക്കൾ ഉണ്ടാകണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇതിനെല്ലാം നമ്മുടെ കൂട്ടായ്മ ഉതകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിശുദ്ധ കുർബാന ദക്സായിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം ഒരു കൃതജ്ഞതാ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എങ്ങനെയാണ് വചനം മാംസം ധരിക്കുന്നത്? എങ്ങനെയാണ് വചനം രഹസ്യമായി വളരുന്നത്? അതെങ്ങനെയാണ് പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നത്? അതെങ്ങനെയാണ് വേല തികച്ച് ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി അപ്പോസ്തലന്മാർ പാൽമ നിറവിൽ എഴുതി വച്ചിരിക്കുന്ന ഈ കുർബാന ദക്സായിലെ ഈ പ്രാർത്ഥന ചിന്തോദീപകമാണ്. ഇങ്ങനെയാണ് ആ കൃതജ്ഞത പ്രാർത്ഥന. കർത്താവേ, നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത മഹാകരുണ നിമിത്തം ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന സ്വർഗീയ വിരുന്നാണ്. നമ്മുടെ കൂട്ടായ്മയും ആ സ്വർഗീയ വിരുന്നിൻ്റെ വിഭവങ്ങൾ വിളമ്പാനുള്ള വേദിയാണ്. വിശുദ്ധ കുർബാന ആ സമ്പൂർണ്ണ സുവിശേഷവും സമ്പൂർണ്ണ കൂട്ടായ്മയും സമ്പൂർണ്ണ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള വേദിയാണ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ രഹസ്യമായി വളരുന്ന കുഞ്ഞുങ്ങൾക്ക് വിരുന്നൊരുക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നിത്യ കുർബാനകൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരമാണ്. ഗർഭസ്ഥരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാതാവിൻ്റെ രക്തവും പിതാവിൻ്റെ സംരക്ഷണയും കുടുംബത്തിൻ്റെ അന്തരീക്ഷവുമാണ് വളരുവാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വീണിരിക്കുന്ന വചനങ്ങൾക്ക് മാംസം ധരിക്കുവാൻ നമ്മുടെ ഹൃദയത്തിലെ രക്തവും നമ്മുടെ ധ്യാനവും നമ്മുടെ ആഹാരപാനീയങ്ങളും ഉതകുന്നുണ്ടോ? ഈ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുന്നവർക്ക് യേശുവിനെ പോലെ ആകുവാൻ, യേശുവിനോളം വളരുവാനുള്ള പോഷകങ്ങളടങ്ങിയ ആഹാരപാനീയങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുത് എന്നുള്ള ഒരു പ്രാർത്ഥന ഇതിനകത്തുണ്ട്. വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് ശിക്ഷിക്കപ്പെട്ട് പോയ പലരുടെ കഥ നമുക്കറിയാം. എല്ലാ കുർബാനയിലും അങ്ങനത്തെ ഒരു പ്രാർത്ഥനയും നമ്മൾ ചെയ്യുന്നുണ്ട്. യൂദാസ് അറിയാത്ത കുർബാന അനുഭവിച്ച ശേഷം കെട്ടിയാന്നിയാത്തു 12 കെട്ടിയാന്നിയാത്തതുപോലെ യൂദാ കോട്ടായിൽ തുടരുന്നവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം പിശാച് ഒരുക്കി കൊടുക്കും. ഈ ചത്ത യൂദാമാരെല്ലാം അവിടെ കിടന്നുകൊണ്ട് നമ്മളെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് നിരാശയുടെ ചിന്ത, പിന്മാറ്റത്തിൻ്റെ ചിന്ത വരുത്താൻ യൂദാമാർക്ക് കഴിവുണ്ട്. അവരുമായിട്ടൊരു മറ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. യൂദാ വെട്ടിയാലാൻ പോയിട്ട് കർത്താവ് പുറകെ പോയിട്ട് വെന്തിരിപ്പിച്ചിട്ട് നീ പോയി വേണ്ട ചെയ്തോളാനാണ് പറഞ്ഞത്. നീ ചെയ്യാനുള്ള വേഗം ചെയ്യാൻ പറഞ്ഞു വിടുക. ആ ഗതികേട് നമുക്കറിയില്ല. ദൈവം കൈവിട്ടാൽ പോകാം. ദൈവം കൈവിടുന്ന എപ്പോഴാണ്? നമ്മൾ ദൈവത്തെ കൈവിടുമ്പോഴും. ദൈവത്തെക്കാളധികം പണത്തെയോ ധനത്തെയോ മാനത്തെയോ ആരെയെങ്കിലും നമ്മൾ സ്നേഹിച്ചാൽ അതിലൂടെ ശത്രുവിന് നമ്മൾ കയറാനും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനും സാധിക്കും എന്നുള്ളത് ചരിത്ര സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നല്ല സ്വയപരിശോധനയുടെ വിശുദ്ധ കുർബാന അനുഭവിച്ചില്ലെങ്കിൽ ചിലർ ബലഹീനരാകും, രോഗികളാകും, മരിക്കുമെന്ന് അവർ പറഞ്ഞു. ഇതിലേതെങ്കിലും സംഭവിക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ബലം വർദ്ധിക്കുകയാണോ അതോ ക്ഷീണം കൂടുകയാണോ? രോഗിയാകുന്നുണ്ടോ? തളരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റുപറയേണ്ട പാപങ്ങളുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. എത്രയും വേഗം അത് ആത്മഹത്യയുടെ വക്കിൽ എത്തുന്നതിന് പുറകോട്ട് വന്നോണം.
കുർബാനയ്ക്ക് നീട്ടി തരികയാണ്. അവസാന മിനിറ്റിലാണ് നീ വേഗം ചെയ്യാമെന്ന് ചെയ്തോളാൻ പറഞ്ഞങ്ങ് കൈവിട്ടങ്ങ് വിട്ടത്. അതുപോലെ കർത്താവെ എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് കുർബാനയ്ക്ക് നീട്ടി തരുന്ന ഈ അവസരം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണമെന്ന കാര്യം ഓർപ്പിക്കുന്നു. കർത്താവെ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുത്. നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തെ ഞങ്ങൾ അർഹരാക്കണം. അതിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തിനുള്ള അർഹത പ്രാപിക്കണം. പരിശുദ്ധാത്മ സംസർഗം എന്ന് പറഞ്ഞാൽ എന്നതാണ്. ഈ കുർബാന അനുഭവിക്കുന്നവരെല്ലാം കർത്താവിനോട് ആനന്ദിക്കണമെന്നാണ് ക്രിസ്തോസിൻ്റെ കുർബാനക്രമത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് കർത്താവിനോട് ആനന്ദിക്കാനൊക്കുന്നുണ്ടോ? കർത്താവിനോടുള്ള സംസർഗത്തിൽ കർത്താവിനെ ഓർക്കുമ്പോൾ സ്മൃതി സംബന്ധം കിട്ടിയിട്ട് കർത്താവിൻ്റെ സ്മരണയിൽ കൂടെ കർത്താവിൻ്റെ ആത്മാവിനെയും സന്തോഷത്തെ സ്നേഹത്തെ ആസ്വദിക്കാനൊക്കുന്നുണ്ടോ? പരിശുദ്ധ കന്യമറിയാമന് വചനിപ്പിൻ്റെ സമയം കിട്ടിയതായ സന്ദേശങ്ങൾ എന്തെല്ലാം? ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സമാധാനം പറഞ്ഞുകൊണ്ട് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് മാലാഖയിൽ കൂടെ കിട്ടും. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന ഏതെങ്കിലും മാലാഖയോ ഏതെങ്കിലും വ്യക്തികളോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സാക്ഷി നമുക്ക് കിട്ടണം. കൂട്ടായ്മയിൽ അത് കിട്ടുന്നതിന് മുമ്പ് രഹസ്യമായി നമ്മുടെ പ്രാർത്ഥന മുറിയിൽ ദൈവം നമ്മളോട് ഉണ്ടെന്നുള്ള കാര്യം ദൈവം തന്നെ ദൂതനെയും മുഖാന്തരം നമ്മളെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സാക്ഷ്യത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്, ധൈര്യമായി ജീവിക്കുവാൻ. ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിക്കാൻ ഈ യേശു മാത്രമേ കാണുകയുള്ളൂ. ഈ യേശു നോക്കുന്ന പരിശുദ്ധാത്മാവ് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. നമ്മൾ ആരിൽ ആശ വെച്ചാലും ആരെക്കുറിച്ച് അതെല്ലാം പ്രതീക്ഷിച്ചാലും അതെല്ലാം അവസാനം അസ്ഥാനത്താവും എന്നുള്ള കാര്യം ചരിത്രം തെളിയിച്ചിരിക്കുന്നു. ഇന്നലത്തെ കോഴഞ്ചേരി കൺവെൻഷനിലെ ഒരു പുരോഹിതൻ ഈ കാര്യം ഊന്നി പറഞ്ഞ് വസനിച്ചത് ഒരു വിഷക്കേട്ട് കാണും. നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ മനുഷ്യരിൽ നിന്ന് നമുക്ക് വല്ലതും കിട്ടുമെന്നുള്ളതാണ്. ഈ ലോകത്തിന് ഏതാണ്ട് കിട്ടാനുണ്ട്. മനുഷ്യരിൽ നിന്ന് എന്തൊക്കെയോ കിട്ടും, മക്കളിൽ നിന്ന് എന്തൊക്കെയോ കിട്ടും, ഭാര്യയിൽ നിന്ന് കിട്ടും, ഭർത്താവിൽ നിന്ന് കിട്ടും. എല്ലാവരെക്കുറിച്ചും ആശ വെച്ചിട്ടാണ് നമ്മളെ വരവും പോക്കും നടത്തുന്നത്. പക്ഷേ ചിലപ്പോൾ ചത്തതിന് ശേഷമായിരിക്കും വിവരം മനസ്സിലാകുന്നത് പ്രതീക്ഷിച്ചവരിൽ നിന്നൊന്നും കിട്ടാനില്ലെന്ന്. പ്രതീക്ഷിച്ചവരിൽ നിന്ന് കർത്താവിൽ നിന്ന് മാത്രമേ വല്ലതും കിട്ടാനുള്ളൂ എന്ന് നേരത്തെ മനസ്സിലാക്കിയാൽ കർത്താവിൽ തന്നെ ആശ്രയിക്കാമല്ലോ. പലരുടെയും ജീവിതം പാഴായി കഴിഞ്ഞ് അങ്ങേ ചെല്ലുമ്പോഴാണ് വിവരം മനസ്സിലായത്. അതുകൊണ്ട് എത്രയും വേഗം ഈ ലോകത്തിൽ യേശുവിന് മാത്രമേ നമുക്ക് സ്നേഹബോധവും സംരക്ഷണബോധവും വിജയബോധവും തരാൻ കഴിവുള്ളൂ എന്നുള്ള കാര്യം എത്രയും വേഗം തിരിച്ചറിഞ്ഞാൽ നമ്മൾ ജീവിതം പാഴാക്കാതെ നമുക്ക് കർത്താവിൽ വളരാൻ സാധിക്കും. നിരാശയുണ്ടാകില്ല. പരിശുദ്ധാത്മ സംസർഗത്തിന് അർഹത എപ്പോഴാണ് നമ്മൾ കിട്ടുന്നത്? പരിശുദ്ധാത്മ സംസർഗത്തിൽ വേണ്ടതെല്ലാം ഉണ്ട്. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ അതേ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പിതാവായ ദൈവതമ്പുരാൻ തേജോമയനാണ്, അഗ്നിമയനാണ്. നമ്മുടെ അടുത്ത് നമ്മൾ കത്തിപ്പോവും. അതുകൊണ്ട് മലയെ വന്നിട്ടങ്ങ് പോയി. ജനങ്ങൾ പറഞ്ഞു കാണുകയും വേണ്ട കേൾക്കുകയും വേണമെന്ന് പറഞ്ഞ് പേടിച്ചോടി. പുത്രനെ മനുഷ്യരൂപത്തിൽ അയച്ചപ്പോൾ ആർക്കും വേണ്ടാന്നായി. രണ്ടുപേരുടെയും കാര്യം പരാജയപ്പെട്ടു. പരിശുദ്ധ മാതാവിനെ പുത്രനെ തിരിച്ചറിയാൻ സാധിച്ചു. പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കുരിശേ കിടന്ന യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചുള്ളൂ. എന്നാൽ പെന്തിക്കോസ്തിയിൽ 120 പേർക്ക് സാധിച്ചു. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ താമസിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ അതേ ടെമ്പറേച്ചറിലാണ് താമസിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് എത്രയാണ്? 92 ഡിഗ്രി. അതേ ചൂടിൽ നമ്മുടെ കൂടെ താമസിക്കാൻ ട്രാൻസ്ഫോം ചെയ്ത് താഴോട്ട് വരുന്നയാളാണ് പരിശുദ്ധാത്മ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. പൂർണ്ണ മനുഷ്യനായി കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് വേണ്ടാതായി, മനുഷ്യർക്ക് തിരിച്ചറിയാൻ മേലാതായി. ആ കർത്താവ് മരിച്ചു പോയത് സ്വർഗ്ഗാരോഹണം ചെയ്തിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യത്തിനെ ഇങ്ങോട്ട് അയച്ചപ്പോൾ 120 പേർക്ക് പിടികിട്ടി. 120 പേർക്ക് തൻ്റെ കൂടെ ദൈവമുണ്ടെന്നും തങ്ങളുടെ ശരീരത്തിൽ ആ പരിശുദ്ധാത്മാവ് വസിക്കുന്നെന്നും ചലിക്കുന്നെന്നും പ്രവർത്തിക്കുന്നെന്നും തിരിച്ചറിയാൻ സാധിച്ചു. ആ പരിശുദ്ധാത്മാവിൻ്റെ തേജസ്സും പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപകളും കൃപാവരങ്ങളുമാണ് തങ്ങളെ വിജയികളാക്കി പരിശുദ്ധരാക്കി മാറ്റിയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മ സംസർഗം മാമോദീസായിൽ തുടങ്ങിയതാണ്. പക്ഷെങ്കിൽ അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അത് എല്ലാ യാമപ്രാർത്ഥനകളിലും നിരന്തരമായ പ്രാർത്ഥനയും ധ്യാനത്തിലൂടെ നമ്മൾ തന്നെ ജ്വലിപ്പിച്ച് വളർത്തി
പാദം നനയാനുള്ള വെള്ളം തലയുടെ മുകളിലാക്കി എന്നും പരിശുദ്ധാത്മാവിൻ്റെ വെള്ളത്തിൽ നനഞ്ഞിരുന്നാൽ മാത്രമേ തിന്മ തൊടാതിരിക്കുകയുള്ളൂ. അപ്പോൾ തിന്മ തൊടാതെ ഇരിക്കണമെങ്കിൽ നന്മയാൽ നനഞ്ഞ് നിറഞ്ഞിരിക്കണം. ഉണങ്ങിപ്പോയാൽ പിശാച് വന്ന് തൊടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വരളാൻ പാടില്ല. എപ്പോഴും ജീവജലത്തിൻ്റെ നനവും ജീവജലത്തിൻ്റെ നിറവും പരിശുദ്ധാത്മാവിൻ്റെ നിഴലും പരിശുദ്ധാത്മാവിൻ്റെ ആ ജ്വാലയും നമ്മൾ ജ്വലിച്ച് തന്നാൽ ഒരു സിനിമയും നമ്മളെ തൊടുകയില്ല, നമുക്ക് പാപം ചെയ്യാൻ ഒക്കുകയില്ലെന്നാണ് 1 യോഹന്നാൻ 5-ാം അധ്യായം പറയുന്നത്. വീണ്ടും ജനത്തിൻ്റെ അനുഭവം പൂർണ്ണമായാൽ, ഈ പരിശുദ്ധാത്മ സംസർഗം പൂർണ്ണതയിലെത്തിയാൽ പാപം ചെയ്യാൻ നേരവുമില്ല, ശക്തിയില്ല. പാപം ചെയ്യാൻ നേരം കിട്ടാതെ കൊണ്ടും ഈ കർത്താവ് നമ്മളെ ഫുള്ളായിട്ടങ്ങ് എൻഗേജ് ചെയ്ത് കളയും. സമയം കണ്ടെങ്കിലേ ചെയ്യാലോ. സ്നേഹവാനായ കർത്താവിൻ്റെ പരിപാടി അതാണ്. അവൻ്റെ കൂടെ അങ്ങ് നടക്കുക. അവനെ കൂടാതെ നമ്മൾ ഒരിക്കലും എന്നും ഒന്നിച്ചു കൂടെ ചെയ്യാനുള്ള പണികൾ തന്നുകൊണ്ടേയിരിക്കും. ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ ദൂരെ പോകുമ്പോൾ ചെയ്യുന്ന പണി എന്നാണെന്നറിയാമോ? ഭാര്യമാർക്ക് പിടിപ്പത് പണി അങ്ങോട്ട് കൊടുക്കുന്നത്, ഞാൻ വരുമ്പോഴത്തേക്ക് ഇന്ന പണി ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ വേറെ വല്ല പണിക്ക് പോകാനൊക്കെ പോകും, വേറെ വല്ല ഓർക്കാനൊക്കെ പോകും. ഭർത്താവ് പറഞ്ഞ കാര്യം ചെയ്തു തീർക്കാനുള്ള ബന്ധപ്പാടിൽ ഭർത്താവ് കണക്കൂട്ടിയാണ് പറയുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ എത്ര സമയം എടുക്കുക, എപ്പോഴും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പോകുള്ളൂ. ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ വരുള്ളൂന്നൊന്നും പറയില്ല. പക്ഷെങ്കിൽ 2-3 ദിവസം ചെയ്യാനുള്ള പണി കൊടുത്തേച്ച് പോകും. എപ്പം വേണേലും കയറി വരാം, എപ്പം വന്നാലും അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുകയും വേണം. അപ്പോൾ അങ്ങനെ താമസിച്ചേ വരുള്ളൂന്നൊന്നും പറയുകയില്ല. എപ്പോഴും വേണേലും വരാമെന്ന് പറഞ്ഞേ പോകുള്ളൂ. അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞു. ഞാൻ ഉടനെ ഇതാ വരും, എന്നും വരും എന്ന് വിചാരിച്ചോ. എപ്പോഴും എൻഗേജിലാണ്. അപ്പം പാപം ചെയ്യാൻ സമയം കിട്ടുമോ? ഇല്ല. ഇനിയും പാപം ചെയ്യാൻ സമയം കിട്ടാതിരിക്കണമെങ്കിൽ മുഴുവൻ സമയവും നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് എൻഗേജഡായാൽ മതി എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, പാപം ചെയ്യുവാൻ ശക്തിയില്ലാതായാലും ശവം പോലെ ഇരിക്കും. പാപ സാഹചര്യങ്ങളിൽ മരിച്ച ശവം പോലെ എന്നാകും. പാപ സാഹചര്യങ്ങളിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ ഓഫാകും. എന്നാലേ ചെയ്യാനൊക്കെ കർത്താവിൻ്റെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ ഇരിക്കുന്നത്. കർത്താവിൻ്റെ റിമോട്ട് കൺട്രോളുണ്ട്. ഓഫ് ചെയ്യാനറിയാം, വോളിയം കൂട്ടാനും കുറയാനും അറിയാം, ചാനൽ മാറ്റാനും ഒക്കെ അറിയാം. അപ്പോൾ കർത്താവിൻ്റെ നമ്മുടെ പരിശുദ്ധാത്മാവിൽ നിന്നറിയാമെങ്കിൽ റിമോട്ട് കൺട്രോൾ കർത്താവിൻ്റെ കിട്ടും. പാപം ചെയ്യാൻ നേരം കിട്ടുകയില്ല, പാപം ചെയ്യാൻ ശക്തിയും കാണുകയില്ല. പാപ സാഹചര്യങ്ങളിലാകുമ്പോൾ നമ്മൾ ചത്തോലിരിക്കും. ഒന്നും തൊണ്ട അങ്ങ് അടഞ്ഞു പോകും. ഒന്നും പ്രസംഗിക്കാനുള്ളപ്പോൾ പിന്നെ തൊണ്ടയ്ക്ക് ജീവനില്ല. എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യോജിക്കുന്നുണ്ടെന്ന് വല്ലതും പറയണം? വേണ്ട വേണ്ട, ഇപ്പോൾ ഒന്നും പറയണ്ട. എല്ലാവരും കുർബാനയൊക്കെ അനുഭവിച്ച് കർത്താവ് അകത്തൊന്ന് കയറട്ടെ. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്നും മിണ്ടിക്കോളാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ മിണ്ണണ്ടാത്തപ്പോൾ കർത്താവിൻ്റെയും തൊണ്ട അങ്ങ് ഓഫ് ചെയ്ത് കളയും. പ്രവാചകന്മാരുടെ തൊണ്ട അതിൻ്റെ കൺട്രോൾ ആടെയില്ല, കർത്താവിൻ്റെ ഇല്ല. കർത്താവിന് വല്ലതും മിണ്ടാനുള്ളപ്പോഴേ തൊണ്ട തുറക്കുള്ളൂ, അല്ലാപ്പോൾ തൊണ്ട അടഞ്ഞിരിക്കും. കർത്താവിന് വല്ലതും കാണാനുള്ളപ്പോഴേ കണ്ണ് തുറക്കുള്ളൂ, കർത്താവിന് വല്ലതും കേൾക്കാനുള്ളപ്പോഴേ ചെവി തുറക്കും, അല്ലാത്തപ്പോഴെല്ലാം ഓഫായിരിക്കും. അപ്പോൾ പിന്നെ പാവം വരുമോ? ഇല്ല. അത് അങ്ങനെ എന്നും ആ സംവിധാനം പുതുക്കുന്നത്. കർത്താവെ എന്നെ കൈവിടല്ലേ, എല്ലാം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ മുഴുവൻ കൺട്രോൾ നിൻ്റെ കയ്യിലായിരിക്കണം, നീ തന്നെ എന്നെ നിയന്ത്രിച്ചോണം, എനിക്ക് നീ മാത്രം മതി എന്നുള്ള ആ അവസ്ഥയിൽ പരിശുദ്ധാത്മ സംസർഗമാണ് ഈ അവസ്ഥയെ നമ്മൾ എത്തിക്കുന്നത്. അപ്പം ബലഹീനതയുള്ളത് നല്ലതാണ്. കർത്താവിന് വേണ്ടി ഇപ്പോൾ ബലം ചെയ്യില്ല, അല്ലാതെ തളർന്നു കിടക്കുകയാണല്ലോ. അർത്ഥം നമ്മുടെ ബലഹീനതയുടെ പുറയിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അരുതാത്ത ചിന്തിക്കുകയും പറയുകയില്ലല്ലോ. എവിടെയും തളർന്നിരുന്നോളും, എവിടെയും തളർന്നു കിടന്നോളും. വേണ്ടിപ്പോൾ കർത്താവിന് പൊക്കി എടുത്താൽ മതിയില്ലേ. അപ്പോൾ അതിന് എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നു എന്ന് ആര് പറഞ്ഞു? പൗലോസ്ലീഹ പറഞ്ഞു. അപ്പോൾ ബലഹീനതയ്ക്കും പ്രയോജനമുണ്ട്. അമിതമായ ബലമുള്ള കർത്താവിൻ്റെ അമിത ബലം നമ്മുടെ അമിതമായ ബലഹീനതയിലേക്ക് ഒഴുകി വന്ന് നമ്മളെ കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യിക്കും. ഈ അവസ്ഥയിൽ വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? കുർബാന അനുഭവിച്ചോടെ എല്ലാവർക്കും യേശു ഒന്നുകൂടെ വന്നിരിക്കുന്നു. മുമ്പേ വന്നതോ അത് രക്തമായി നമ്മുടെ അസ്ഥിയും മാംസമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദരത്തിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ ആ ശരീരവും രക്തവും ദഹിച്ച് നമ്മുടെ രക്തവും ശരീരവുമായി മാറുന്നതിന് സമയമെടുക്കും. കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറിയാമിൻ്റെ ഉദരത്തിൽ കർത്താവ് രഹസ്യമായി വളർന്നതുപോലെ കുർബാന അനുഭവത്തിന് ശേഷം യേശു നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉദരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ രഹസ്യമായി വളരുന്നത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? അത് തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ കർത്താവ് പോയപ്പോൾ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു ഉറപ്പാണ്, ഞാൻ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ശിഷ്യരാണെങ്കിൽ ലോകാവസാനത്തോളം യേശു നമ്മുടെ കൂടെ കാണും, ആത്മാവിലാണ്. ഇപ്പോൾ ആത്മാവിലുണ്ട്, ശരീരത്തിലുണ്ട്. കർത്താവിൻ്റെ ശരീരം നമ്മുടെ ഉദരത്തിൽ കിടപ്പുണ്ടെന്നേ.
അപ്പോൾ ശരീരം, ആത്മാവിലുണ്ട്, ഹൃദയത്തിലുണ്ട്. അപ്പോൾ ആത്മശരീര മനസ്സുകൾ ഇപ്പോൾ ദൈവസാന്നിധ്യത്തിൽ ആനന്ദിക്കുന്ന സമയമാണ്. ഈ സമയം ഈ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നില്ലേ എൻ്റെ അർത്ഥം എന്താണ് തകരാറുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ദൈവം നമ്മുടെ കൂടെയുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കാതെ പിശാചിന് ചില വേലകളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ സൂര്യനെ നമുക്ക് കാണാം. പക്ഷെ ഒരു കറുത്ത മേഘം വന്ന കൂടി അങ്ങനെ ഇരിക്കും, കാണാനൊക്കെയില്ല. ആ കാർമേഘം പോലെ നമ്മുടെ പാപമേഘങ്ങൾ കർത്താവിന് നമുക്കിടയിൽ വന്ന് ഇരുട്ടുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സൂര്യനെ കാണാനില്ല, മേഘം മാറിയാലേ കാണാനൊക്കെ ഉള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും ദൈവസാന്നിധ്യ ബോധം നഷ്ടപ്പെടുന്നെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ ഒക്കുന്നില്ല, കാണാനും ഒക്കുന്നില്ല, ഒരു ലക്ഷണവും കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ ഏതോ കറുത്ത കാർമുകിൽ പോലെ മേഘം വന്ന് നിൽപ്പുണ്ടെന്നാണ്. അങ്ങനെയുള്ളതിനെ ശാസിച്ചു മാറ്റാൻ പുരോഹിതന്മാരെ ദൈവമാക്കിയിട്ടുണ്ട്. ഞാൻ കാർമുകിലിനെ പോലെ എൻ്റെ ലംഘനം വായിക്കും. എവിടെയാണെന്നറിയാവോ? യെശയ്യാ 44:22 ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ നമുക്ക് ദൈവസാന്നിധ്യ ബോധം നഷ്ടപ്പെടുമ്പോൾ ഏതോ കറുത്ത മേഘം കയറിയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നമ്മുടെ ജീവൻ പാപം ചെയ്ത് കറുത്ത മേഘമായി, കറുത്ത ആവിയായി, കറുത്ത മേഘമായി നമുക്ക് ദൈവത്തിനിടയിൽ കാർമുകിലായി വന്ന് നിപ്പുണ്ട്. അതിന്റെ മുകളിൽ പിശാചും കാണും. അത് എത്രാം വാക്യവാ? 44:22 മടങ്ങി വരിക. അപ്പൊ നമ്മൾ ഇച്ചിരി അകന്നു പോകുമ്പോഴായി പരിപാടി. എങ്കിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞതിന്റെ അർത്ഥം ദൂരെ പോയെന്നതിന്റെ അർത്ഥം. നമ്മുടെ ബോധവിചാരകതയുള്ള ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ദൈവത്തെക്കാളധികം ദൈവത്തിന്റെ സൃഷ്ടികളെ നോക്കി ദൃഢമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപത്തിൽ നമ്മുടെ മനസ്സ് ദൈവത്തെ വിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മുടെ മഹത്വവും ശക്തിയെല്ലാം കറുത്ത മേഘമായിട്ട് മാറും. നമ്മുടെ എനർജി, നമ്മുടെ ശക്തി, മഹത്വം എല്ലാം ആ കറുത്ത മേഘമായിട്ട് മാറിയിട്ട് ആ മേഘത്തെ കയറി സഞ്ചരിക്കുന്ന ആരായിരിക്കും? പാപം ചെയ്യിപ്പിച്ച പിശാചൻ. ആ മേഘം ഇങ്ങോട്ട് വന്ന് തലയിൽ അങ്ങിരിക്കും. അപ്പം ചുവന്നുകൊണ്ട് നടക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഭാരം തോന്നുന്നത്. അപ്പം വല്ലാത്ത ഭാരം തോന്നുന്നതിൻ്റെ അർത്ഥം കാർമുകില് വന്ന് തലയിൽ അങ്ങ് ഇരുന്നിട്ട് അവൻ മുകളിൽ അങ്ങ് കയറി ഇരിക്കും. അപ്പോൾ ആരെ ചുമക്കണം? പിശാചിനെയും ചുമക്കണം, കാർമുകിലിനെയും ചുമക്കണം. പിശാചിൻ നമ്മളും കൂടെ ഉണ്ടാക്കിയ കാർമുകിലും കൂടെ നമ്മുടെ തലയിൽ അങ്ങ് കുത്തി അങ്ങിരിക്കും, ചേർന്നങ്ങിരിക്കും. അപ്പോൾ പിന്നെ നിൽക്കാൻ തോന്നുകയില്ല, ഇരിക്കണമെന്ന് തോന്നും, കിടക്കണമെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ മുകളിൽ പിശാചും കാണും, കാർമുകിലും കാണും. ഒരു സ്വസ്ഥതയും കാണുകയില്ല. ഉറങ്ങിയാലോട്ട് ഉറക്കം വരികയുമില്ല. കിടക്കാനും ഒക്കെയില്ല, നിൽക്കാനും ഒക്കെയില്ല, ഇരിക്കാനും ഒക്കെയില്ല. അസ്വസ്ഥത തന്നെ അസ്വസ്ഥത. അപ്പോൾ ഒരു വെക്ക അടിക്കണമെന്ന് തോന്നും, ഉറക്കം വരുന്നില്ല. അങ്ങനെയാണ് മദ്യപാനത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ബീഡി വലി, സിഗരറ്റ് വലി, കഞ്ചാവ് വലി, പാൻപരാഗ് കഴിക്കൽ, ഇങ്ങനെ ഓരോ ലഹരിയുടെ പുറകെ പോകുന്നു. ഈ അസ്വസ്ഥത വരുമ്പോൾ പിശാച് പറഞ്ഞു കൊടുക്കുക, നിനക്കൊന്ന് ഉറങ്ങണ്ടേ, രണ്ടുമൊക്കെ അടിക്കാൻ പറയും. അപ്പം അങ്ങനെയാണ് ഈ ദുഷ്ട കൂട്ടുകെട്ടും ദുസ്വഭാവങ്ങളെല്ലാം വരുന്നത് ഈ ഭാരം കൊണ്ട്. ഈ ഭാരം പരിഹരിക്കാൻ എവിടെ പോകണം? തിരിഞ്ഞു വരണം. തിരിഞ്ഞു വന്ന് ഈ കാർമുകിലിനെ പോലെയുള്ള പാപം പരിഹരിക്കാൻ കർത്താവ് പുരോഹിതന്മാരെ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ കറുത്ത കാർമുകിൽ ഏറ്റു പറഞ്ഞു, അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ അകന്നുപോയി, ക്ഷമിക്കണേ, പാപിയ എന്നോട് കണ്ണയുണ്ടാകണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ, കുമ്പസാരിക്കാൻ വന്ന് മുട്ടുകുത്തുകയും തല കുനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പുരോഹിതന്മാരോട് പറയും, നിന്റെ കൈ അങ്ങോട്ട് നീട്ടാൻ പറയും, അവരുടെ തലയുടെ മുകളിലോട്ട്. ഇമ്മേഴ്സർ വെള്ളത്തിലോട്ട് ഇടുന്ന പോലെ ഇരിക്കും. ഇലക്ട്രിക് ഇമ്മേഴ്സറുണ്ട്, അത് വെള്ളത്തിനകത്തോട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും? വെള്ളം ചൂടാവും, പിന്നെ തിളയ്ക്കും, ആവിയാകും എന്ന് പറഞ്ഞ പോലെ അഭിഷേകം ജ്വലിപ്പിക്കുന്ന പുരോഹിതന്റെ കൈ ഇമ്മേഴ്സർ പോലെ നിങ്ങളുടെ തലയിലോട്ട് വരും. അപ്പോൾ തലയിലിരിക്കുന്ന മേഘമൊക്കെ അങ്ങോട്ട് ഉരുകും, വീണ്ടും ആവിയാവും. അപ്പോൾ ഒരു ഫാൻ അങ്ങോട്ട് വെച്ച് ആ തലയുടെ മുകളിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് രക്തം തിളച്ച് കഴിയുമ്പോൾ അത് വെളുത്ത മേഘമായിട്ട് മാറും. വെളുത്ത മേഘത്തിൽ ആര് കയറും? കർത്താവ് മേഘാരൂപനായി നമ്മളെ സഹായിക്കാൻ വരും. അതെവിടെയാണ്? ആവർത്തനം 30 ദൈവം സഹായിക്കാൻ വരുന്ന വെളുത്ത മേഘത്തില്ല, പിശാച് കറുത്ത മേഘത്തെ നമ്മളെ മടുപ്പിക്കാനും വരും. അപ്പോൾ കറുത്ത മേഘത്തെ വെളുത്ത മേഘമാക്കാൻ പുരോഹിതന്മാരെയും പരിശുദ്ധാത്മ അഭിഷേകമുള്ളവരെയും ദൈവം ഉപയോഗിക്കും. ആ കൈവപ്പിച്ചുള്ള പ്രാർത്ഥനയുടെ ഗുണം അതാണ്. അങ്ങനെ കൈവച്ച് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ അഭിഷിക്തൻ്റെ കൈ തലയിലേക്ക് വരുമ്പോൾ കറുത്ത മേഘം അത് ചൂടാക്കി അതിനെ വെളുത്ത മേഘമാക്കാൻ യേശുവിൻ്റെ രക്തം തെളിച്ച് മാലാഖമാർ ഫാൻ പോലെ പ്രവർത്തിക്കും. ഈ കാര്യം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ അവൻ അഭിഷിക്തന്മാരെ തീയായിട്ടും മാലാഖമാരെ
കാറ്റായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞു. അപ്പം മാലാഖമാർ ഫാനിൻ്റെ പണി ചെയ്യും, അഭിഷിക്തന്മാർ തീയുടെ പണി ചെയ്യും. ഇത് രണ്ടും കൂടെ കൂടി കഴിയുമ്പോൾ തലയുടെ മുകളിൽ കാർമേഘം മാറിയിട്ട് അത് വെളുത്ത മേഘമായി വീണ്ടും വന്ന് ആ മേഘത്തെ നമ്മളെ സഹായിക്കുന്ന ദൈവം കടന്നു വരുമെന്നാണ്. അപ്പം ഇതെല്ലാം ധ്യാനമന്ദിരത്തിലും ആരാധന സ്ഥലത്തും പ്രാർത്ഥന വേദിയിലും നടക്കേണ്ട കാര്യങ്ങളാണ്. അതിനാണ് സങ്കേത ഭവനത്തിൽ ഞങ്ങൾ നമുക്ക് ഈ അന്തരീക്ഷം സംരക്ഷിക്കുവാൻ ദൈവം അവസരം നൽകിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം അതിന് അർഹത വേണം. അർഹത നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? അശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുമ്പോൾ, വിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ പാവം പരിശുദ്ധാത്മാവ് കരഞ്ഞുകൊണ്ട് മാറിയെങ്കിരിക്കും. അപ്പോൾ അശുദ്ധാത്മാവ് കയറി അങ്ങ് വിളയും, അങ്ങ് വാഴും. അതുകൊണ്ട് അർഹത നഷ്ടപ്പെടുന്നതിൻ്റെ കർത്താവേ പരിശുദ്ധാത്മ സംസർഗത്തിൻ്റെ അർഹത നഷ്ടപ്പെടല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് ആവുന്ന കാര്യം നമ്മുടെ നിഴലിട്ടുകൊണ്ടേയിരിക്കും, നമ്മുടെ കൂടെ നടന്നുകൊണ്ടേയിരിക്കും. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ് ആ കാര്യം വ്യവസ്ഥയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വ്യവസ്ഥ തെറ്റിച്ചാൽ പരിശുദ്ധാത്മാവാകുന്നു പോകും. ഏതൊക്കെയാണ് ആ വ്യവസ്ഥ? 2 കൊരിന്ത്യർ 6 അധ്യായത്തിൻ്റെ അവസാനത്തെ എന്നാൽ ദൈവം നിങ്ങൾക്ക് പിതാവും നിങ്ങൾ മക്കളുമായി ദൈവം കൂടെ ഇരിക്കുന്നൊരു വ്യവസ്ഥ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ അവിശ്വാസികളോട് ഇണയില്ലാപ്പിടകൂടരുതെന്ന് പറയുന്നൊരു വചനമുണ്ട്. അത് തൊട്ട് താഴോട്ട് വ്യവസ്ഥകൾ അതുകൊണ്ട് പാലിച്ചാലേ ദൈവ സാന്നിധ്യം തിരിച്ചറിയാമല്ലേ, ദൈവ സാന്നിധ്യം കറുത്ത മേഘം വന്ന് മറഞ്ഞു പോകും എന്നൊക്കെയാ. എത്രാമത്തെ വാക്യം? 2 കൊരിന്ത്യർ 6 എത്രാം വാക്യത്തിൽ അവിശ്വാസികളോട് ഇണയില്ലാപ്പിടകൂടരുത്. 14 വായിച്ചാട്ട്. നിങ്ങൾക്ക് അവിശ്വാസികളോട് ചേർച്ചയില്ലാത്ത പങ്കാളിത്തം ഉണ്ടാകരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും എലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? വിശ്വാസിക്കും അവിശ്വാസിക്കും എന്താണ് പൊതുവായിട്ടുള്ളത്? അതെ. ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് ബന്ധം? അതെ. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പൊ അങ്ങനെ ഈ വ്യവസ്ഥ പാലിച്ചാലേ ദൈവ സാന്നിധ്യം നിലനിർത്താനൊക്കെയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിശ്വാസികളുമായിട്ട് ഇണയില്ലാപ്പിണ കൂടിയാൽ ഈ പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ ഈ ലോകത്തിൽ പരിശുദ്ധന്മാരെ ശുദ്ധിമതികളെ തന്നെ കിട്ടുമോ വേലയിൽ? നമ്മുടെ ജോലി സ്ഥലത്ത്, വാഹനങ്ങളിൽ, വിരുന്നശാലകളിൽ, പൊതുസ്ഥലങ്ങളിലൊക്കെയും അവിശ്വാസികൾ ധാരാളം കാണും. അപ്പോൾ കർത്താവിനോട് പറയണം, നമ്മൾ പോകുന്നതിന് മുമ്പ് പറഞ്ഞാൽ ഞാൻ വേല ചെയ്യാൻ പോവുക, നീ യാത്രയ്ക്ക് പോവുക, നീ എൻ്റെ കൂടെ വരണം, എന്നെ തന്നെ വിടല്ലേ. അങ്ങനെ മോശ പറഞ്ഞു. ഈ 6 ലക്ഷം ജനങ്ങളെയും കൊണ്ട് വന്നിരുത്ത് എന്നെ തന്നെ വിടുകയാണ്, ഞാൻ പോവുകയായിരുന്നു. എൻ്റെ എത്ര അത് പുറപ്പാട് 33-ന്റെ 17, 18, 19 വാക്യങ്ങളിലുണ്ട്. അങ്ങനെ മോശ പറഞ്ഞ് എന്നെ തന്നെ വിടല്ലേ, നീ എൻ്റെ കൂടെ വരുമെങ്കിലേ ഞാൻ പോവുള്ളൂ. ആ ഉറപ്പ് വരുത്തിയിട്ട് എവിടെയെങ്കിലും പോകാവും. അപ്പം അങ്ങനെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ കർത്താവ് നമുക്ക് മറ തരും, ഇൻസുലേഷൻ തരും. അപ്പോൾ ആരുടെ എല്ലാം കൂടെ ഇരുന്നാലും എവിടെയെല്ലാം പോയാലും ഇടയ്ക്ക് ഇൻസുലേഷനുണ്ട്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഭാഷയാണ്. വിദ്യുശക്തി വെളിയിൽ കൂടെ വരുമ്പോൾ കമ്പിയിലാണ് വരുന്നത്. ആ കമ്പി അകത്തി കൂട്ടിമുട്ടാതെ വരുന്നു. പക്ഷേ ഇതിനകത്ത് കയറി അങ്ങനെ കമ്പി മുട്ടാതിരിക്കാനിടയ്ക്ക് റബ്ബർ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഇൻസുലേറ്റ് ചെയ്ത കമ്പി ഒന്നിച്ചു പോയാലും കൂട്ടിമുട്ടുകയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു ഇൻസുലേഷൻ വെക്കാൻ മറക്കരുത്. അത് ഓരോ പ്രാർത്ഥനയിലും ഇൻസുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ശക്തി ചോരാതിരിക്കൂ, അശുദ്ധ ശക്തി വരാതിരിക്കൂ, സംരക്ഷണയും ഏർപ്പാടും കിട്ടുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവാകുന്ന കാര്യത്തിൽ നമുക്ക് നൽകുന്ന കാര്യം ഓർപ്പിക്കുന്നു. ഒരു വ്യവസ്ഥ കൂടെയുണ്ട്. ഫിലിപ്പിയർ 4 അധ്യായത്തിൽ എന്നാൽ സമാധാനത്തിന് ദൈവം കൂടെയിരിക്കും. എപ്പോൾ? ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുതെന്നാണ്. ഒന്ന് അരുത്. വിചാരങ്ങൾ പിശാച് കൊണ്ടിരുന്നതാണ്. ആ വിചാരങ്ങളെല്ലാം സ്തോത്രം കൊണ്ട് മാറ്റി ദൈവത്തിൻ്റെ വചനം മാത്രം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അനുവാദമുള്ള കുറേ കാര്യമുണ്ട് ചിന്തിക്കാൻ. അതിൻ്റെ ലിസ്റ്റ് അതിനകത്ത് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് പിശാച് ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുതെന്നുള്ളത്. സ്തോത്രത്തോടെ അതിനെ മാറ്റണം. പിന്നെ പറയുന്നത് സത്യമായത്, ഘനമായത്, നീതിയായത്, സൽകീർത്തിയോ പുകഴ്ചയോ അതൊക്കെ ചിന്തിച്ചുകൊള്ളു. ആ ലിസ്റ്റിൽ പെട്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഏതൊക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. അനുവാദമുള്ള ദൈവ സാന്നിധ്യം നിലനിർത്താൻ പറ്റിയ ചിന്തകൾ ഏതൊക്കെയാണ്? സത്യമായ കാര്യം മാത്രമേ ചിന്തിക്കാവൂ. പിന്നെ അടുത്ത് തന്നെ
ഘനമായത്. ഘനമില്ലാത്ത കാര്യം ചിന്തിച്ചാൽ കർത്താവ് പോകും. സൽകീർത്തിയുള്ള കാര്യം മാത്രമേ ചിന്തിക്കാവൂ. പിന്നെ പുകഴ്ച, ദൈവനാമഹത്യ ഉണ്ടാകുന്ന കാര്യം മാത്രം. പിന്നെ എന്നതാ കണ്ടോ? ഫിലിപ്പിയർ 4 എത്രാം വാക്യത്തില? 4 മുതൽ 9 വരെയാ വ്യവസ്ഥ. ഫിലിപ്പിയർ 4 മുതൽ 9 വരെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, പ്രാർത്ഥനയാൽ അപേക്ഷയാൽ ആവശ്യങ്ങൾ സ്വത്വത്തോടെ അറിയിച്ചുകൊണ്ടിരിക്കണം. പിന്നെയാണ് അനുവാദമുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് ഏതൊക്കെയാ? കണ്ടോ? ഏതൊക്കെയാ? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ഒടുവിൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കേട്ടും കണ്ടുമുള്ളത് ചെയ്യാൻ പറയും. അപ്പൊ ഈ വ്യവസ്ഥ പാലിച്ചാലേ ദൈവം കൂടെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകും. അകന്നു പോയാൽ പിശാച് അടുക്കും. പിശാച് അടുത്താൽ പിന്നെ കറുത്ത കാർമുകിൽ അങ്ങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിന്നെ അവനെയും ചുവന്നുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ പിശാചാണോ ദൈവമാണെന്ന് ഇപ്പൊ എങ്ങനെ അറിയുന്നത്? അറിയാണ്ട് തലയുടെ ഭാരം നോക്കിയിട്ട് അറിയാം, മനസ്സിന്റെ സമാധാന നില നോക്കിയിട്ട് അറിയാം അല്ലേ? അപ്പൊ ആര് നിരാശപ്പെടരുത്. പൗലിക്കോ അനാശാസ്യ കാര്യത്തിനോ ബ്ലൂ ഫീലിംഗ് കാണാൻ ഒന്നുമല്ല അന്നേരം പോകേണ്ടത്. ഉടനെ നെടുമ്പാട് വീണ് കിടന്ന് എൻ്റെ കർത്താവേ എന്നെ കൈവിടല്ലേ, എൻ്റെ കറുത്ത മേഘമൊന്ന് മാറ്റാനായിട്ട് ഞാൻ വേഗം പള്ളിയിൽ പോകോളാം, അതുവരെ എന്നെ ഒന്ന് എത്തിക്കണം, ഞാൻ കുമ്പസാരിച്ചോളാം, കുർബാനയെ കൊണ്ടോളാം, ഞാൻ ഭാഗവതിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിധേയമായിക്കോളാം. ഇനി ഇന്ന് മുതൽ 144 ദിവസം ഈ ശാപങ്ങൾ ഇങ്ങനത്തെ പാപം മോചിക്കാതെ കറുത്ത കാർമുകിലുമായി ചത്തുപോയവരാ നമ്മുടെ പൂർവ്വികർ വരും. അവരുടെ അശുദ്ധി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് മാറ്റാൻ വേണ്ടി അടുത്ത 144 ദിവസം പൂർവ്വശാപ പരിഹാരത്തിനുള്ള നിത്യകുർബാന തുടരുകയാണ്. വേണ്ടിയവർക്ക് വരാം, പ്രാർത്ഥിക്കുക, തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നത് നല്ലവനായ ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മ സംസർഗത്തിൽ, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തിൽ ആത്മഫലങ്ങൾ വിളയിച്ചുകൊണ്ട് എന്നും സന്തോഷിച്ച്, എപ്പോഴും സന്തോഷിച്ച്, എല്ലാവരിൽ കർത്താവിൻ്റെ സാക്ഷ്യം കിട്ടത്തക്ക തരത്തിൽ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞ ആ മാതാവിൻ്റെ കൂടെ ദൈവമുണ്ടെന്നും കർത്താവുണ്ടെന്നും എലിസബത്ത് പറഞ്ഞതുപോലെ മറ്റുള്ളവർ ഞങ്ങളുടെ ഉള്ളിലെ യേശുവിനെ തിരിച്ചറിയത്തക്ക തരത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ധ്യാനം മന്ദിരം, ഞങ്ങളുടെ സഭാജീവിതം അനുഗ്രഹകരമാകണമെന്ന് യേശുവിന് നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.